നമസ്കാരം. പ്രധാന വാർത്തകൾ. ദേശീയപാത ഉപരോധിച്ച കേസിൽ ഷാഫി പറമ്പിൽ എംപിക്ക് അറസ്റ്റ് വാറന്റ്. ഷാഫിയെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ ഉത്തരവിട്ടത് പാലക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. വാറന്റ് 2022 ജൂൺ 24 പാലക്കാട് കസബ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ. ഒറ്റപ്പാലം സൗത്ത് പനമണ്ണ ഇത്തിയൻമല കരിങ്കൽ ക്വാറിക്ക് നഗരസഭാ സെക്രട്ടറി അനുവദിച്ച താൽക്കാലിക പ്രവർത്തനാനുമതി കൌൺസിൽ റദ്ദാക്കി. വിഷയം ഉൾപ്പെടുത്തിയത് അടിയന്തര കൌൺസിൽ യോഗത്തിൽ സപ്ലിമെന്ററി അജണ്ടയായി. ഭരണ പ്രതിപക്ഷാംഗങ്ങൾ നിലപാട് സ്വീകരിച്ചത് ഐകകണ്ഠേന. അവകാശപ്പെട്ട ഭൂമി കൈവശം വയ്ക്കുന്നതും ക്രയവിക്രയം നടത്തുന്നതും സംബന്ധിച്ച നിയമ കുരുക്കുകൾക്ക് ശാശ്വത പരിഹാരമുണ്ടാകണമെന്ന് കേരള ലാൻഡ് കമ്മീഷൻ ഏജന്റ്സ് യൂണിയൻ. നിയമക്കുരുക്ക് മൂലം വലയുന്നത് സാധാരണക്കാർ. പാലക്കാട് യൂണിയൻ ജില്ലാ കൺവെൻഷൻ. ദേശമംഗലം വരവൂരിൽ ടിപ്പർ ലോറി ബസിന് പിറകിലിടിച്ച് ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റത് അന്തിക്കാട് സ്വദേശിയായ യുവാവിന്. കരിങ്കല്ലോടുമായി വരികയായിരുന്ന ടിപ്പർ നിയന്ത്രണം തെറ്റി ബസിന് പിറകിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ. അന്യസംസ്ഥാന തൊഴിലാളികളുടെ കുടുംബവഴക്ക്. ചെറുതുരുത്തി പള്ളത്ത് തമിഴ്നാട് സ്വദേശികളായ ദമ്പതികൾക്ക് ഗുരുതര പരിക്ക്. കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ മോഷണശ്രമം. സെക്യൂരിറ്റിയെ കമ്പിപ്പാര കാട്ടി ഭീഷണിപ്പെടുത്തി മോഷ്ടാവ് രക്ഷപ്പെട്ടു. തിരുനാവായ നിളാതീരത്തെ മഹാമാഘ മഹോത്സവത്തിന്റെ രഥയാത്രയ്ക്ക് പാലക്കാട് ജില്ലയിൽ വരവേൽപ്പ്. രഥയാത്ര ധർമ്മപ്രചാര സഭയുടെ നേതൃത്വത്തിൽ ശ്രീചക്രവുമായി രഥയാത്ര തുടങ്ങിയത് ഭാരതപ്പുഴയുടെ ഉദ്ഭവസ്ഥാനമായ തമിഴ്നാട് ഉദുമൽപേട്ട തിരുമൂർത്തി മലയിൽ നിന്ന്. ജില്ലയിലെ ആദ്യ സ്വീകരണം ഒരുക്കിയത് കൽപ്പാത്തിയിൽ. വാർത്തകൾ വിശദമായി. ദേശീയപാത ഉപരോധിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ ഷാഫി പറമ്പിൽ എംപിക്ക് അറസ്റ്റ് വാറന്റ്. പാലക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഷാഫിയെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ ഉത്തരവിട്ടത്. വയനാട് MP ആയിരുന്ന രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് SFI DYFI പ്രവർത്തകർ അടിച്ചു തകർത്തതിൽ പ്രതിഷേധിച്ച് നടത്തിയ ഹൈവേ ഉപരോധ സമരത്തിൽ പങ്കെടുത്ത കേസിലാണ് അറസ്റ്റ് വാറണ്ട്. 2022 ജൂൺ 24 വയനാട് MP ആയിരുന്ന രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു തകർത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ഹൈവേ ഉപരോധ സമരം നടത്തിയത്. സമരത്തിൽ പങ്കെടുത്ത ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പാലക്കാട് കസബ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. സമരം നടക്കുന്ന കാലത്ത് പാലക്കാട് MLA ആയിരുന്നു ഷാഫി. 40ഓളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ചന്ദ്രനഗറിൽ ചെമ്പലോട് പാലത്തിന് സമീപം ദേശീയപാത ഉപരോധിച്ചത്. ഇന്ത്യൻ ശിക്ഷാ നിയമം 143, 283, 149 വകുപ്പുകൾ പ്രകാരം കസബ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഷാഫി പറമ്പിലാണ് ഒന്നാം പ്രതി. പ്രഥമ വിവര റിപ്പോർട്ടിൽ 16 പ്രതികളുടെ പേരുവിവരങ്ങളുണ്ട്. അന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന നിലവിൽ ഇടതുപക്ഷത്തേക്ക് മാറിയ P. സരിൻ കേസിൽ 9ാം പ്രതിയാണ്. നേരത്തെ കോടതിയിൽ ഹാജരായ P. സരിനെ 500 രൂപ പിഴയും കോടതി പിരിയും വരെ തടവിനും ശിക്ഷിച്ചിരുന്നു. ഷാഫി പറമ്പിൽ ഹാജരാകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. 24 കേസ് വീണ്ടും പരിഗണിക്കും. അന്നോ അതിനു മുമ്പോ ഷാഫി പറമ്പിലിനെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാനാണ് പോലീസിനുള്ള നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം സൗത്ത് പനമണ്ണ ഇത്തിയൻമലയിലെ കരിങ്കൽ ക്വാറിക്ക് നഗരസഭാ സെക്രട്ടറി അനുവദിച്ച താൽക്കാലിക പ്രവർത്തനാനുമതി റദ്ദാക്കാൻ കൌൺസിൽ തീരുമാനം. ഭരണ പ്രതിപക്ഷ കൌൺസിലർമാർ ഐക്യകണ്ഠേനയാണ് തീരുമാനമെടുത്തത്. അടിയന്തര കൌൺസിൽ യോഗം സപ്ലിമെന്ററി അജണ്ടയായി ക്വാറി വിഷയം ഉൾപ്പെടുത്തുകയായിരുന്നു. സെക്ഷൻ 4 പ്രകാരം നമുക്ക് അപകടകരമായ ജോലികളിൽ മണ്ണ് കല്ല് എന്നിവ നീക്കം ചെയ്ത് തടയാൻ അധികാരമാണ് മുനിസിപ്പൽ സെക്രട്ടറിയുടെ. ആ ഉത്തരവിൽ അത് കൃത്യമായി പറഞ്ഞാൽ ഒരു രീതിയിലും കല്ലോ മണ്ണോ പുറത്തേക്ക് നീക്കം ചെയ്യാൻ പാടില്ല. ഒരു ലോഡെങ്കിലും പോയാൽ അയാളെല്ലാം ലൈസൻസ് എടുക്കാവുന്നതിന് വേണ്ടിയാണ് ഉത്തരവിട്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് ജിയോജില് അല്ലെങ്കിൽ പുരുഷനോടോ ഒന്ന് കുട്ടികളെ ഇതോടെ തന്നെ മാത്രമേ ഇക്കാര്യത്തിൽ ഇടപെടാൻ കഴിയുള്ളൂ. കാരണം എനിക്ക് എന്നിൽ നിശ്ചിതമായ ഉത്തരവ് സെക്ഷൻ 45 അത് പറയുന്നത് പ്രസിദ്ധ ഭാഗങ്ങളുടെ അല്ലെങ്കിൽ സ്ഥലത്തിലുള്ള കൗൺസിലറോ നിയമോ അവരുടെ സെക്രട്ടറി കൗൺസിലറോ ആവശ്യപ്രകാരം അവിടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്നോ സ്ഥലത്തിൽ നിന്നോ ഉണ്ടാകുന്ന ശല്യപ്പെടുത്തുന്ന ആവശ്യമായ ഉത്തരവ് ഉപയോഗിക്കാവുന്നതാണ്. അതിനുവേണ്ടി പറയുന്നത് കല്ല് മണ്ണ് അഥവാ നീക്കം ചെയ്ത നിർത്തിയിരിക്കുന്ന പ്രസിദ്ധ ഭാഗങ്ങളുടെ സ്ഥലത്തിലുള്ള കൗൺസിലറെ എന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ ആ ഉത്തരവ് കൊടുത്തിട്ട് ഒരു കല്ല് മണ്ണ് അവിടെ നീക്കം ചെയ്യാൻ അനുവദിച്ചുകൊള്ളു. അടിയന്തര കൌൺസിൽ യോഗത്തിൽ സപ്ലിമെന്ററി അജണ്ടയായി ക്വാറി വിഷയം ഉൾപ്പെടുത്തിയാണ് സെക്രട്ടറി നൽകിയ താൽക്കാലിക പ്രവർത്തനാനുമതി റദ്ദാക്കാൻ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ ഐകകണ്ഠേന തീരുമാനമെടുത്തത്. അജണ്ട ചർച്ചയ്ക്കെടുക്കും മുമ്പ് സെക്രട്ടറി ക്വാറിക്ക് നൽകിയ താൽക്കാലിക പ്രവർത്തനാനുമതി സംബന്ധിച്ച വിഷയം ചർച്ച ചെയ്യണമെന്ന് CPM അംഗം N. ഷിബു ആണ് ആദ്യം ആവശ്യപ്പെട്ടത്. പിന്നീട് മറ്റംഗങ്ങൾ വിഷയം ഏറ്റുപിടിച്ചു.
സെക്രട്ടറിയുടെ ഉത്തരവ് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ ക്വാറിയുടെ മുഴുവൻ പ്രവർത്തനവും നിർത്തിവെക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ചെയർപേഴ്സൺ ആവശ്യപ്പെട്ടു. ഇക്കാര്യം ആവശ്യപ്പെട്ട് കത്ത് നൽകിയതായും ചെയർപേഴ്സൺ അറിയിച്ചു. അപകടകരമായ രീതിയിലുള്ള കല്ലും മണ്ണും നീക്കാനുള്ള അനുമതി മാത്രമാണ് നൽകിയിട്ടുള്ളതെന്നാണ് സെക്രട്ടറിയുടെ വിശദീകരണം. എന്നാൽ ക്വാറിക്ക് സെക്രട്ടറി നൽകിയ താൽക്കാലിക അനുമതി കൗൺസിൽ റദ്ദാക്കണമെന്ന ആവശ്യത്തിൽ അംഗങ്ങൾ ഉറച്ചുനിന്നു. വിഷയം അടുത്ത ദിവസം അജണ്ടയായി ഉൾപ്പെടുത്തി ചർച്ച ചെയ്യാമെന്നും അതിനാണ് നിയമസാധ്യത ഉള്ളതെന്നും വൈസ് ചെയർമാൻ കെ രാജേഷ് അംഗങ്ങളെ അറിയിച്ചു. സപ്ലിമെൻ്ററി അജണ്ടയായി വിഷയം ഉൾപ്പെടുത്തി ചർച്ച ചെയ്യണമെന്ന് മുസ്ലിം ലീഗ് അംഗം PMA ജലീൽ ആവശ്യപ്പെട്ടു. ഇതിനെ തുടർന്നാണ് വിഷയം സപ്ലിമെൻ്ററി അജണ്ടയായി ഉൾപ്പെടുത്തി ചർച്ച ചെയ്ത് കരിങ്കൽ ക്വാറിക്ക് നഗരസഭാ സെക്രട്ടറി നൽകിയ താൽക്കാലിക പ്രവർത്തനാനുമതി റദ്ദാക്കാൻ യോഗം തീരുമാനിച്ചത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. അന്യസംസ്ഥാന തൊഴിലാളികളുടെ കുടുംബവഴക്കിനെ തുടർന്ന് ഭാര്യയ്ക്കും ഭർത്താവിനും തലയ്ക്ക് ഗുരുതര പരിക്ക്. ചെറുതുരുത്തി പള്ളത്താണ് സംഭവമുണ്ടായത്. തമിഴ്നാട് സ്വദേശികളായ 38 വയസ്സുള്ള രവി, 30 വയസ്സുള്ള കസ്തൂരി എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. പള്ളം ഭാഗത്ത് വെച്ച് കുടുംബവഴക്കിനെ തുടർന്ന് ഇഷ്ടിക കൊണ്ട് തലയ്ക്കടിക്കുകയായിരുന്നു. രണ്ടുപേർക്കും തലയ്ക്ക് ഗുരുതര പരിക്ക് പറ്റിയിട്ടുണ്ട്. രക്തം വാർന്നൊലിച്ച് റോഡരികിൽ കിടക്കുകയായിരുന്ന ഇവർ ഓട്ടോറിക്ഷയിൽ ഐസ്ക്രീം കച്ചവടം ചെയ്യുന്ന ക്രിട്ടിക്കൽ കെയർ മുങ്ങൽ വിദഗ്ധൻ നിഷാദ് വരവൂർ ചോരയൊലിച്ച് കിടക്കുന്നവരെ പ്രാഥമിക ചികിത്സ നൽകുകയും ചെറുതുരുത്തി പോലീസിനെ വിവരമറിയിക്കുകയും പോലീസ് എത്തി ഇരുവരെ ആംബുലൻസിൽ ആശുപത്രിയിലെത്തിക്കുകയായിരുന്നു. കസ്തൂരിയുടെ തലയിലെ പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. രവിയെ ചെറുതുരുത്തി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ മോഷണശ്രമം. സെക്യൂരിറ്റിയെ കമ്പിപ്പാര കാട്ടി ഭീഷണിപ്പെടുത്തി മോഷ്ടാവ് കടന്നുകളഞ്ഞു. കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പുലർച്ചെയാണ് മോഷണശ്രമം ഉണ്ടായത്. കോടതിയുടെ ഓഫീസ് റൂമിന്റെ വാതിലിന്റെ പൂട്ട് പൊളിച്ച് അകത്ത് കടന്ന മോഷ്ടാവ് സെക്യൂരിറ്റി ജീവനക്കാരനെ ഭീഷണിപ്പെടുത്തി രക്ഷപ്പെട്ടു. ഓഫീസ് മുറിയുടെ വാതിൽ തകർക്കുന്ന ശബ്ദം കേട്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ സ്ഥലത്തെത്തിയപ്പോഴാണ് മോഷണശ്രമം ശ്രദ്ധയിൽപ്പെട്ടത്. സെക്യൂരിറ്റി മോഷ്ടാവിനെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും മോഷ്ടാവ് രക്ഷപ്പെടുകയായിരുന്നു. സംഭവം ഉണ്ടായത് ഒരു 1:05 ആകുമ്പോഴാണ് ഉണ്ടായത്. 1:05 നമുക്കൊരു പ്രത്യേക സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ അവിടെ നിന്ന് പറയണത്. പുറത്ത് വന്ന് നോക്കിയപ്പോൾ ഞങ്ങൾ ഗേറ്റിലൊക്കെ വന്നപ്പോൾ ആരും കണ്ടൊന്നുമില്ല. അപ്പോൾ എനിക്ക് സംശയം തോന്നിയിട്ട് ഞാൻ പിന്നിലേക്ക് നോക്കിയപ്പോഴാണ് എൻ്റെ പിന്നിൽ ഒരു 10 മീറ്റർ ബാക്കിൽ ആൾ നിൽക്കുന്നത് കണ്ടത്. അതിൻ്റെ പിന്നിൽ മൂപ്പര കയ്യിൽ കമ്പിപ്പാരയുണ്ട്, ഒരു ചെറിയ ബാഗും കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ മൂപ്പര് കോണിയുടെ പിന്നിൽ കൂടെ വന്നിട്ട് ഫ്രണ്ടിൽ വന്നു. അപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ ആൾ കമ്പിപ്പാര എടുത്ത് പറഞ്ഞു പൊക്ക കിട്ടണ്ടെന്ന് പറഞ്ഞു. മലയാളം പോലെ ഹിന്ദി പോലത്തെ സംസാരം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കരിങ്കൽ കയറ്റി വന്നിരുന്ന ടിപ്പർ ലോറി നിയന്ത്രണം തെറ്റി ബസ്സിന് പിറകിലിടിച്ച് ലോറി ഡ്രൈവറായ യുവാവിന് പരിക്കേറ്റു. തൃശൂർ ജില്ലയിലെ അന്തിക്കാട് സ്വദേശിയായ 22 വയസ്സുള്ള യുവാവിനാണ് പരിക്കേറ്റത്. ദേശമംഗലം വരവൂരിൽ വെച്ചായിരുന്നു അപകടം. ബുധനാഴ്ച ഉച്ചയ്ക്ക് 11:30 ദേശമംഗലത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് പോകുന്ന പ്രൈവറ്റ് ബസ് വരവൂർ വളവിന് സമീപം വെച്ച് ബസ് നിർത്തിയപ്പോൾ നിയന്ത്രണം തെറ്റിയെത്തിയ കരിങ്കൽ കയറ്റി വന്നിരുന്ന ടിപ്പർ ലോറി ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ യുവാവിന് കാലിൽ പരിക്ക് പറ്റുകയും വണ്ടിയുടെ മുൻഭാഗം തകരുകയും ചെയ്തു. എന്നാൽ ബസ്സിലെ യാത്രക്കാർക്കും ബസ്സിനും കാര്യമായ പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല. നാട്ടുകാരനായ നിഷാദ് വരവൂരും മറ്റുള്ളവരും ചേർന്ന യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. അവകാശപ്പെട്ട ഭൂമി കൈവശം വയ്ക്കുന്നതും ക്രയവിക്രയം നടത്തുന്നതും സംബന്ധിച്ച നിയമക്കുരുക്കുകൾക്ക് ശാശ്വത പരിഹാരമുണ്ടാകണമെന്ന് കേരള ലാൻഡ് കമ്മീഷൻ ഏജൻസി യൂണിയൻ. പാലക്കാട് നടന്ന യൂണിയൻ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ സംസ്ഥാന പ്രസിഡന്റ് NK ജ്യോതികുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരു സർവേ നമ്പറിലെ പിഴവിൽ ഒരു പ്രദേശത്തെ ഭൂമിക്ക് ആകെ വിലക്കേർപ്പെടുത്തുന്ന രീതി ശരിയല്ലെന്നും യൂണിയൻ ചൂണ്ടിക്കാട്ടി. ഭൂനികുതി, തരം മാറ്റൽ, സ്റ്റാമ്പ് ഡ്യൂട്ടി, GST എന്നിവയ്ക്കെല്ലാം അമിത ചാർജ് ഈടാക്കുന്നത് സാധാരണക്കാർക്ക് പ്രയാസമുണ്ടാക്കുന്നതാണ്. ഗാഡ്ഗിൽ, കസ്തൂരിരംഗൻ റിപ്പോർട്ടുകളിൽ പരാമർശിക്കുന്ന ഭൂമികൾ എവിടം വരെ, ഏതൊക്കെ ഭൂമി എന്നിവയിലൊന്നും വ്യക്തതയില്ലാത്ത സ്ഥിതിയാണ്. വസ്തുവിൽപ്പന മേഖല വികസനത്തിനും വ്യവസായങ്ങൾക്കും ഉപകരിക്കുന്നവയാണെന്ന് തിരിച്ചറിഞ്ഞ് നിയമനിർമ്മാണം നടത്തണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. നിയമത്തിലെ പ്രശ്നങ്ങൾ മൂലം ഭൂമി വിൽപ്പന നടത്താൻ കഴിയാത്തത് സാധാരണക്കാർക്കും തിരിച്ചടിയാണ്. സർവേ, റവന്യൂ വിഭാഗങ്ങളിലെ നൂലാമാലകൾ ഒഴിവാക്കണമെന്നും യൂണിയൻ ആവശ്യപ്പെട്ടു. സമ്മേളനം യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് NK ജ്യോതികുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് P മുസ്തഫ ഷൊർണൂർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി CM ജാഫർ ഖാൻ, എബിമോൾ, L അനിൽകുമാർ, S ജഗദീഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മാത്തൂരിൽ വീട്ടിലെ വാഷിംഗ് മെഷീനിൽ പാമ്പ്. മുൻ പഞ്ചായത്ത് അംഗം ശശികലയുടെ വീട്ടിലെ വാഷിംഗ് മെഷീനിലാണ് പാമ്പ് കയറിയത്. രാവിലെ തുണി അലക്കുന്നതിനു വേണ്ടി വാഷിംഗ് മെഷീൻ തുറന്നപ്പോഴാണ് മെഷീനകത്ത് പാമ്പിനെ കണ്ടത്. പരിഭ്രാന്തിയിലായ ഇവർ നാട്ടുകാരെ വിവരമറിയിച്ചു. നാട്ടുകാർ വനം വകുപ്പിനെ
വിവരമറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. ആദ്യം വാഷിംഗ് മെഷീന് മുകളിലൂടെ പാമ്പിനെ പുറത്തെടുക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. തുടർന്ന് മണിക്കൂറുകൾക്ക് ശേഷം വാഷിംഗ് മെഷീന്റെ അടിഭാഗം പൊളിച്ചാണ് പാമ്പിനെ പുറത്തെടുത്തത്. വീടിനകത്ത് സൂക്ഷിച്ച വാഷിംഗ് മെഷീനകത്ത് പാമ്പ് എങ്ങനെ കയറിയെന്നത് അവ്യക്തമാണ്. വീട്ടുകാർ ഏറെ ഞെട്ടലിലാണ്. പിടികൂടിയ പാമ്പിനെ പിന്നീട് വനത്തിൽ തുറന്നുവിട്ടു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കണ്ണാടി ഗ്രാമപഞ്ചായത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഭിലാഷ് തച്ചങ്കാട് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഭിലാഷ് തച്ചങ്കാട് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ രാഗേഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ശാലിനി, ഗ്രാമപഞ്ചായത്ത് മെമ്പർ എസ് സജിത, കെ എസ് ബോസ്, സി സുരേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഓടിക്കൊണ്ടിരിക്കുന്ന ബൈക്കിന് മുകളിലേക്ക് ഭീമൻ മരക്കൊമ്പ് ഒടിഞ്ഞു വീണ് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മധ്യവയസ്കൻ മരിച്ചു. മുള്ളൂർക്കര എഴുത്തച്ഛൻ വളപ്പിൽ വീട്ടിൽ 51 വയസ്സുള്ള ബാബുരാജാണ് മരിച്ചത്. തൃശൂർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച രാത്രിയാണ് മരിച്ചത്. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി പരുത്തിപ്രയിൽ വെച്ച് ജനുവരി 8-നാണ് മരക്കൊമ്പ് പൊട്ടി വീണതിന്റെ ഭാഗമായി ചികിത്സയിൽ കഴിഞ്ഞിരുന്നത്. മരക്കൊമ്പ് വീണതിനെ തുടർന്ന് ബാബുരാജ് ധരിച്ചിരുന്ന ഹെൽമറ്റിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. പാതയോരത്ത് നിന്നിരുന്ന ഭീമൻ മാവിന്റെ ശിഖരം പൊട്ടി വീഴുകയായിരുന്നു. ഗുരുതര പരിക്കേറ്റ മധ്യവയസ്കനെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആദ്യം ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിക്കുമായിരുന്നു. വടക്കാഞ്ചേരി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തിരുനാവായ നീളാതീരത്തെ മഹാമാഘ ഉത്സവത്തോടനുബന്ധിച്ച് ഭാരതീയ ധർമ്മ പ്രചാര സഭ നടത്തുന്ന രഥയാത്രയ്ക്ക് പാലക്കാട് ജില്ലയിൽ സ്വീകരണം നൽകി. കൽപ്പാത്തിയിലായിരുന്നു ജില്ലയിലെ ആദ്യ സ്വീകരണം. ഭാരതപ്പുഴയുടെ ഉദ്ഭവസ്ഥാനമായ തമിഴ്നാട് ഉടുമൽപേട്ട തിരുമൂർത്തിമലയിൽ നിന്ന് 19-ന് ശ്രീചക്രവുമായി ഭാരതീയ ധർമ്മ പ്രചാര സഭ ആചാര്യൻ യതീശാനന്ദനാഥന്റെ നേതൃത്വത്തിലാണ് രഥയാത്ര ആരംഭിച്ചത്. കൽപ്പാത്തിയിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി. പരിവാർ സംഘടനകളിലെയും ഹൈന്ദവ ആചാരവിശ്വാസ സംഘടനകളിലെയും പ്രവർത്തകരും നിരവധി ഭക്തരും ചേർന്നാണ് രഥയാത്രയെ വരവേറ്റത്. തുടർന്ന് വടക്കന്തറ, യാക്കര, കൊടുന്തിരപ്പുള്ളി, അണിക്കോട്, മങ്കര, പാമ്പാടി, സോമേശ്വരം, തിരുവല്ലോമല, കുത്താമ്പുള്ളി എന്നിവിടങ്ങളിലും ജാഥ സ്വീകരണം ഏറ്റുവാങ്ങി. ചിനക്കത്തൂർ, വാണിയംകുളം, കുളപ്പുള്ളി, പട്ടാമ്പി, തൃത്താല, പന്നിയൂർ, കുറ്റിപ്പുറം വഴി രഥയാത്ര തിരുനാവായിൽ സമാപിക്കും. രഥയാത്ര പോകുന്ന വഴിയിലെ ക്ഷേത്രങ്ങളിൽ നിന്ന് ദീപമേറ്റുവാങ്ങി ഭാരതപ്പുഴയിൽ സമർപ്പിക്കുന്നുമുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. 11 ലോക രാജ്യങ്ങളിൽ നിന്നായി 350ഓളം കലാകാരന്മാർ കേരള കലാമണ്ഡലം സന്ദർശിച്ചു. കലാമണ്ഡലം കാണുന്നതിനും ഇവിടുത്തെ കളരിയും കഥകളിയും നേരിട്ടറിയുന്നതിനുമായാണ് കലാമണ്ഡലം സന്ദർശനമൊരുക്കിയത്. ലോകം അറിയപ്പെടുന്ന കേരള കലാമണ്ഡലം കാണാനും അവിടുത്തെ കളരികളും കഥകളിയും മറ്റും കാണാനും കണ്ടുപിടിക്കാനും ഏകദേശം ഇന്ത്യ ഉൾപ്പെടെ 11 ലോകരാജ്യങ്ങളിൽ നിന്നായി 350ഓളം കലാപ്രതിനിധികൾ, പ്രശസ്ത നാടക അധ്യാപകൻ, ഗവേഷകർ, കലാകാരന്മാർ, വിദ്യാർത്ഥികൾ എന്നിവർ അടങ്ങുന്ന സംഘമാണ് കലാമണ്ഡലത്തിയത്. ആഴത്തിലെ കഥകളിയായി ഇവിടെ കളിയാടുന്നേ, കളി കണ്ടു മടങ്ങും നേരം മനമൊന്നു തുറക്കണമേ. താരിന്തകതിന്തകതൈതൈ താരൈതൈതോ തകതിന്തകതിന്തകതൈതൈ തകതൈതൈതോ താരിന്തകതിന്തകതൈതൈ ത്രയോദൂക്കി കോണിൽ വച്ച ത്രയോദൂക്കി കോണിൽ വച്ച അക്ഷതനായാൽ ബാലകമേക അക്ഷതനായാൽ ബാലകമേക അക്ഷതനായാൽ ബാലകമേക അക്ഷതനായാൽ ബാലകമേക
കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ, രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ എന്നിവർ സംഘത്തെ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മങ്കര ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KR ഷാജീവ് ഉദ്ഘാടനം ചെയ്തു. ശാലിനി ആർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ KC സന്തോഷ്, സുനീഷ് ഭരതക്കാട്, സെക്രട്ടറി CV സുനിത, കണ്ണൻ എന്നിവർ സംസാരിച്ചു. കോട്ടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ നേതൃത്വത്തിൽ പ്രകൃതി പഠന യാത്ര സംഘടിപ്പിച്ചു. പെരിങ്ങോട്ടുകുറിച്ചി ചൂലന്നൂർ മയിൽ സങ്കേതത്തിലേക്കാണ് പഠനയാത്ര സംഘടിപ്പിച്ചത്. 6 കിലോമീറ്റർ വനപ്രദേശത്തോടുകൂടി വിവിധ സസ്യലതാദികളെ തിരിച്ചറിഞ്ഞ് മലകളും ഗുഹകളും നന്നങ്ങാടികളും പരിചയപ്പെട്ടു. 3 മണിക്കൂർ ട്രെക്കിംഗ് നടത്തി. ജൈവ വൈവിധ്യത്തെക്കുറിച്ച് സയന്റിസ്റ്റ് ക്ലാസ് എടുത്തു. റേഞ്ച് ഓഫീസർ പ്രകാശൻ വേനൽ കടുക്കുന്ന സാഹചര്യത്തിൽ കേഡറ്റുകളുടെ സഹകരണത്തോടെ പക്ഷികൾക്ക് ദാഹജലം നൽകുന്നതിനായി പറവയ്ക്കൊരു തണ്ണീർക്കുടം പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കണയം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള വിശേഷാൽ പൂജകളും പൊങ്കാല സമർപ്പണവും നടന്നു. മേൽശാന്തി തൊടിച്ചിൽ മഠത്തിൽ സുരേന്ദ്രൻ എമ്പ്രാന്തിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആവേൻ വെളിച്ചപ്പാടിന്റെ മേൽനോട്ടത്തിൽ തട്ടകത്തമ്മയുടെ തിരുമുറ്റത്ത് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നിരവധി ഭക്തർ പൊങ്കാല സമർപ്പണം നടത്തി. കണയം ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ നേതൃത്വം നൽകി. ജനുവരി 21 പ്രതിഷ്ഠാ ദിനവും 23 കൊടിയേറ്റവും ഫെബ്രുവരി 11 കാളവേലയും 12 പൂരമഹോത്സവവും നടക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മാറ്റലി 2020 ലോകകപ്പ് ക്രിക്കറ്റ് പടിവാതിൽക്കൽ നിൽക്കെ ന്യൂസിലാൻഡിനെതിരായ 5 മത്സര 2020 പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. കിവീസിനെതിരായ ഏകദിന പരമ്പരയിൽ ഇന്ത്യ പരാജയപ്പെട്ടിരുന്നു. 2020 പരമ്പര നേടാൻ ഇന്ത്യക്കാകുമോ? മാറ്റലിയിലേക്ക്. ഇന്ത്യ ന്യൂസിലൻഡ് മാച്ചിൽ ഇന്ത്യ കപ്പെടുക്കും. ഇന്ത്യ ജയിക്കും. ഇന്ത്യ ടീം മാറ്റേണ്ട 2020 ഏകദിനത്തിലെ ടീമല്ലല്ലോ 2020. അപ്പോൾ നമ്മളിരിക്കുന്ന ഫോമിൽ നമ്മളാണ് അധികം ജയിച്ചിരിക്കുന്നത് 2020. മാറ്റൊലി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജുവൽ ഹട്ട്, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത ഉപരോധിച്ച കേസിൽ ഷാഫി പറമ്പിൽ MP-ക്ക് അറസ്റ്റ് വാറന്റ്. ഷാഫിയെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ ഉത്തരവിട്ടത് പാലക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. വാറന്റ് 2022 ജൂൺ 24 പാലക്കാട് കസബ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ. ഒറ്റപ്പാലം സൗത്ത് പനമണ്ണ ഇത്തിയൻമല കരിങ്കൽ ക്വാറിക്ക് നഗരസഭാ സെക്രട്ടറി അനുവദിച്ച താൽക്കാലിക പ്രവർത്തനാനുമതി കൗൺസിൽ റദ്ദാക്കി. വിഷയം ഉൾപ്പെടുത്തിയത് അടിയന്തര കൗൺസിൽ യോഗത്തിൽ സപ്ലിമെന്ററി അജണ്ടയായി. ഭരണ പ്രതിപക്ഷാംഗങ്ങൾ നിലപാട് സ്വീകരിച്ചത് ഐകകണ്ഠേന. അവകാശപ്പെട്ട ഭൂമി കൈവശം വയ്ക്കുന്നതും ക്രയവിക്രയം നടത്തുന്നതും സംബന്ധിച്ച നിയമ കുരുക്കുകൾക്ക് ശാശ്വത പരിഹാരമുണ്ടാകണമെന്ന് കേരള ലാൻഡ് കമ്മീഷൻ ഏജന്റ്സ് യൂണിയൻ. നിയമക്കുരുക്ക് മൂലം വലയുന്നത് സാധാരണക്കാർ. പാലക്കാട് യൂണിയൻ ജില്ലാ കൺവെൻഷൻ. ദേശമംഗലം വരവൂരിൽ ടിപ്പർ ലോറി ബസിന് പിറകിലിടിച്ച് ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റത് അന്തിക്കാട് സ്വദേശിയായ യുവാവിന്. കരിങ്കല്ലോടുമായി വരികയായിരുന്ന ടിപ്പർ നിയന്ത്രണം തെറ്റി ബസിന് പിറകിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ. അന്യസംസ്ഥാന തൊഴിലാളികളുടെ കുടുംബവഴക്ക്. ചെറുതുരുത്തി പള്ളത്ത് തമിഴ്നാട് സ്വദേശികളായ ദമ്പതികൾക്ക് ഗുരുതര പരിക്ക്. കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ മോഷണശ്രമം. സെക്യൂരിറ്റിയെ കമ്പിപ്പാര കാട്ടി ഭീഷണിപ്പെടുത്തി മോഷ്ടാവ് രക്ഷപ്പെട്ടു. തിരുനാവായ നിളാതീരത്തെ മഹാമാഘ മഹോത്സവത്തിന്റെ രഥയാത്രയ്ക്ക് പാലക്കാട് ജില്ലയിൽ വരവേൽപ്പ്. രഥയാത്ര ധർമ്മപ്രചാര സഭയുടെ നേതൃത്വത്തിൽ ശ്രീചക്രവുമായി രഥയാത്ര തുടങ്ങിയത് ഭാരതപ്പുഴയുടെ ഉദ്ഭവസ്ഥാനമായ തമിഴ്നാട് ഉദുമൽപേട്ട തിരുമൂർത്തി മലയിൽ നിന്ന്. ജില്ലയിലെ ആദ്യ സ്വീകരണം ഒരുക്കിയത് കൽപ്പാത്തിയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.